റിയാലിറ്റി ഷോ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ പണ്ട് പാടിയൊരു പാട്ട് എടുത്ത് ഇപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ വ്യത്യാസം ശരിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഗ്രൂമിങ്ങിന്റെയും എല്ലാത്തിന്റെയും അല്ല, അതുകൊണ്ട് ആ വ്യത്യാസത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് സത്യം ഹാപ്പിയാണ്. പറയാം ഒരുപാട് കേൾക്കുമ്പോൾ. അല്ല, ഒരുപാട് അത് ഒരുപാട് മാറ്റങ്ങളല്ലേ അതിൽ പിന്നെ വന്നത്. തീർച്ചയായിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ ആളുകളിലേക്ക് എത്തുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ആളുകളുടെ മനസ്സിൽ കയറി പറ്റാൻ പറ്റുന്ന കാര്യമാണ് ഹോം ബോക്സ് ഓഫീസിൽ. അതായത് ഈ ടി വിയിൽ നമുക്ക് കണ്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. അപ്പോൾ സിനിമയിൽ പോലും അത്രയും ഒരു പോപ്പുലാരിറ്റി നമുക്ക് കിട്ടില്ല. അത് കറക്റ്റാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ, ഒരുപാട് ആളുകൾക്ക് പാട്ട് പാടി കൊടുക്കാനൊക്കെ സാധിച്ചു. ഇപ്പോൾ ഈ ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പതുക്കെ ബാക്കിലോട്ട് പോകാൻ തോന്നി. ഇപ്പോൾ സ്കൂൾ കാലഘട്ടങ്ങൾ അവിടെയും എങ്ങനെയാണ്? ബാക്ക് ബെഞ്ചർ സീറ്റാണോ അതോ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന കുട്ടിയാണോ? ഏത് തരത്തിലുള്ള കുട്ടിയായിരുന്നു? അതായത് ഈ ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എപ്പോഴും ടീച്ചേഴ്സ്, ഇപ്പം ഞാൻ BEdും MEdും കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ എനിക്ക് അതാണ് സ്കൂളിലെ ബാക്ക് ബെഞ്ചറാണെങ്കിലും വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളാണെന്നാണ്. അത് പൊതുവെ ആളുകൾ പറയുന്നത്.